എല്ലാ തരത്തിലുള്ളതായ സൗന്ദര്യവും റിലേറ്റീവാണ്. നമുക്ക് ഒന്നിനോടൊന്ന് റിലേറ്റീവായിട്ടാണ് സൗന്ദര്യത്തിനെ പറ്റി പറയാൻ പറ്റുക. കേരളീയരായിട്ടുള്ള നമുക്ക് കേരളത്തിൻ്റെ സൗന്ദര്യത്തിനെയാണ് ഇഷ്ടം. ആനകളുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ഈ സഹ്യൻ്റെ മകനായിട്ടുള്ള ആനകളെ നമുക്ക് കൂടുതൽ എവിടുന്നോ ഇഷ്ടം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ്, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ കാലാവസ്ഥ ഒക്കെ, അതിൻ്റെ നിറം, മതഗിരി ഒക്കെ കൂടുതൽ നന്നായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് കേരളത്തിലുള്ളതായ വലിയ ആനകൾ വലിയ പങ്കും ബീഹാറിൽ നിന്ന് വന്നതാണ്. അതേമാതിരി ബീഹാറിൽ നിന്ന് വന്നിട്ടുള്ളതായ ഒരാന ഇപ്പോൾ തൃശ്ശൂരുള്ളതായ പൂതൃക്കോവിലെ വിനായകൻ എന്ന് പറയുന്ന ആന. ഈ വിനായകൻ ഏതാണ്ട് 10 അടി ഉയരമുള്ള ഒരു ആനയാണ്. ആ ആനയെ പറ്റിയിട്ടും അതിൻ്റെ അപദാനങ്ങളെ പറ്റിയിട്ടും ഈ എപ്പിസോഡിൽ കൂടി നമുക്ക് കടന്നു പോവാം. അതെ, വടക്ക് നിന്നും വന്ന് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തെക്കൻ നാടിന്റെ മനം കവരുന്ന പൂതൃക്കോവിൽ വിനായകനാണ്. 10 അടിക്ക് മേലുള്ള ആനക്കേമനാണ് ഒരു വട്ടം കൂടി ഞങ്ങളെ കുന്നംകുളത്തിന്റെ ആനച്ചൂര് മണക്കുന്ന മണ്ണിലേക്ക് ആനയിച്ചത്. അതെ, പൂതൃക്കോവിൽ വിനായകൻ എന്ന യുവ തുർക്കിക്ക് പട്ടും വളയും നൽകി അവന്റെ കീഴിൽ പുതിയൊരു സാമ്രാജ്യ സംസ്ഥാപനത്തിന്റെ ശംഖുലി മുഴക്കിയ ഒരു അശ്വമേധ ചടങ്ങാണ്, അല്ല, പൂതൃക്കോവിൽ വിനായകനുള്ള ഒരു വീരശൃംഖലാ സമർപ്പണ ചടങ്ങാണ് പൂരങ്ങൾ ഒഴിഞ്ഞുമാറിയ ഒരു കർക്കിടക നാളിലും ഒരിക്കൽ കൂടി ഞങ്ങളെ കുന്നംകുളത്തേക്ക് എത്തിച്ചത്. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള ആനയൂട്ടും പൂതൃക്കോവിൽ വിനായകന് വീരശൃംഖലാ സമർപ്പണവും. അതാണ് ഇന്നത്തെ ഈ ശുഭദിനത്തിന്റെ പ്രത്യേകത. ചെറുവത്താനിയിലെ നാട്ടുകാർ അഥവാ നാട്ടുകാരായ ആനക്കമ്പക്കാർ ആനയൂട്ടിനും വീരശൃംഖലാ സമർപ്പണത്തിനുമായി ആഴ്ചകളും മാസങ്ങളും നീണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അവർ കാത്തിരുന്ന ദിവസം ഇങ്ങു വന്നെത്താറായപ്പോഴേക്കും അതിനേക്കാൾ വീര്യത്തോടെ, തീവ്രതയോടെ മഴയുടെ കുളങ്കലക്കലും ആരംഭിച്ചിരുന്നു. ഒടുവിൽ ആനയൂട്ട് ദിവസം പുലർന്നതും മഴയുടെ ആർപ്പും ആരവങ്ങളും കേട്ടുകൊണ്ട് തന്നെയായിരുന്നു. കർക്കിടക കൊടും കുളിരിൽ ആനയും പാപ്പാന്മാരുമൊക്കെ മൂടിപ്പുതച്ച് കന്യാകുമാരിയിൽ കയ്യും തിരികെ വെച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ടാവാം ഊട്ടിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആനകളിൽ ചിലരെങ്കിലും ഇനിയും എത്തിയിരുന്നില്ല. എങ്കിലും എത്തിച്ചേർന്നവരെയെല്ലാം തട്ടി വിളിച്ച് ഉഷാറാക്കി വീരശൃംഖല പുരസ്കാര ജേതാവിന്റെ സ്വീകരണ ഘോഷയാത്ര ആരംഭിക്കുന്നിടത്തേക്ക് എല്ലാവരും ചേർന്നുള്ള പുറപ്പാട് ആരംഭിച്ചു. ഏവർക്കും മുന്നിലായി നമ്മുടെ കഥാനായകൻ വിനായകൻ. ഇപ്പോൾ പെയ്യും എന്ന ഭീഷണിയുമായി മുഖം വീർപ്പിച്ചു നിന്ന മഴക്കാറും അവസാനം ഇത്തിരി ഒന്ന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായതോടെ ചെണ്ടമേളത്തിന്റെ വശ്യമന്ത്രങ്ങൾ 4 ചുറ്റും പരന്നൊഴുകാൻ തുടങ്ങിയതോടെ ചെറുവത്താനിയിലെയും പരിസരങ്ങളിലെയും ആനക്കമ്പക്കാരുടെ സിരകളിലേക്ക് അഗ്നി പ്രവഹിച്ചു. പിന്നെ ഒട്ടും സമയം കളയാനില്ലെന്ന മട്ടിൽ അവരും സ്വീകരണ യാത്രാവേദിയിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങി. തായങ്കാവ് മണികണ്ഠനും മുള്ളത്ത് ഗണപതിയുമാണ് ഘോഷയാത്രയിൽ ജനനായകന് തുണയാകുന്ന പ്രധാന സേനാനായകന്മാർ. ഈ ശ്രീരാമേട്ടന്റെ സ്വന്തം നാടെന്ന് പറയും ചെറുവത്താനി ആയാലും കുന്നംകുളം ആയാലും ഇവിടുത്തെ നമ്മൾ മറ്റെങ്ങും കാണാത്തൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു ആനക്കപ്പം. കാരണം ഇവിടെ കാണുന്നതിനേക്കാളും ശക്തമായ ഒരു ആനക്കം. എന്തുകൊണ്ടായിരിക്കും ഈ കുന്നംകുളംകാർക്ക് അല്ലെങ്കിൽ ചെറുവത്താനിക്കാർക്ക് ഇത്രയധികം ഒരു ആനക്കമ്പം ഉണ്ടാകാനുള്ള ഒരു കാരണം? ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ആനകളുള്ള വലിയ ജന്മിഗൃഹങ്ങളോ അല്ലെങ്കിൽ ആനകളുള്ള വീടുകളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആനകളെ കാണാനുള്ള ഒരു താല്പര്യം പണ്ട് മുതൽക്കേ ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ ദിവസം ആനകളെ കാണാം. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആന ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ വലിയൊരു അത്ഭുത വസ്തു തന്നെയാണ്. എല്ലാ കുട്ടികളും അതിൻ്റെ പുറകെ നടക്കും. ഇപ്പോൾ ചില സ്ഥലത്ത് പെരുങ്ങോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരൊന്നും ഒരു ആനേനെ കണ്ട ഒരാൾക്കാർക്ക് അത്ഭുതം തോന്നണമെന്നില്ല. ഇതിപ്പോൾ പഴയ കാലത്ത് ഇപ്പോഴത്തെ സിനിമാ നടന്മാരൊക്കെ വരുന്ന പോലെ ഒരു ആന വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആരാധകന്മാർ അതിൻ്റെ പുറകെ കൂടി അതിന് ശർക്കര കൊടുക്കുക, പഴം കൊടുക്കുക, പിന്നെ അതിനൊരു ഭക്തിയുടെ പരിവേഷം ഉണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള ചെറളയും മടപ്പാട്ടിലെ ആനയെ പറ്റിയിട്ടൊക്കെ വലിയ കഥകൾ എൻ്റെ മുത്തശ്ശിയൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ആന ചെയ്തിട്ടുള്ള വീര സാഹസിക കൃത്യങ്ങളും മതം പൊട്ടി ഓടി വരുമ്പോൾ ഒരു കുട്ടി റോട്ടിലുണ്ടായിരുന്നു, ആ കുട്ടീനെ എടുത്തിട്ട് വേലിയുടെ മുകളിൽ കൂടെ അങ്ങോട്ട് മാറ്റി വെച്ച് ആന നടന്നു പോയെന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ ഈ ചെറളയത്തെ ആനകളെ പറ്റിയിട്ട്. അപ്പോൾ ആനകളെ പറ്റിയിട്ട് കുറച്ചൊരു വീരകഥകൾ അല്ലെങ്കിൽ ആ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു. അതിന് ഇപ്പോൾ ഈ പുതിയ ജനറേഷൻ്റെ ഒരു കാലത്തായപ്പോഴേക്കും അതിങ്ങനെ തിടം വെച്ച് എല്ലായിടത്തും വന്നപ്പോൾ ഇപ്പോൾ കിഴൂരൊക്കെ ആകുമ്പോഴേക്കും ആന എൻ്റെ ആന എഴുന്നള്ളിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കട്ടൗട്ടുകളും
പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ആനച്ചമയം ചേർന്ന ഒരു ഗ്രൂപ്പ് ഒരു ആനയെ നെല്ലിക്കുന്ന അങ്ങനത്തെ അല്ല, ഒരു മേഖല ചേർന്ന് ഓരോരോ കമ്പനി. ഈ നാട്ടിലെ ഇപ്പൊ നമ്മൾ എവിടത്തെ ഉത്സവങ്ങളും സംഭവങ്ങളും കണ്ടാലും ഇവിടുത്തെ ആളുകൾ ആനയെ സ്വയം മറക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മൾ വടക്കൂടി പള്ളിപ്പെരുന്നാള്, കാരണം ഇപ്പൊ ശ്രീരാമൻ നമ്മുടെ നാട്ടിൽ തന്നെ ചില നമ്മൾ അത്ര ശ്രദ്ധിക്കില്ലെങ്കിൽ പോലും ഈ പുറത്തുനിന്ന് വന്ന് കാണുന്നവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ആനയുടെ വലിയ ആളുകൾ അങ്ങോട്ട് കരം കൊണ്ടുപോകണം. അതെ അതെ, അതിന് യഥാർത്ഥ കാരണം ഒന്നും എനിക്ക് അറിയില്ല. എന്താ വെച്ചാൽ അതിന്റെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് അറിയില്ല. അത് ചില ദേശങ്ങളിലും ആൾക്കാർക്കും ചില ജനതയിലൊക്കെ പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ചില കമ്പങ്ങളായിരിക്കും. അതെ, കുന്നംകുളത്തിന്റെ കമ്പം ആനയാണെങ്കിൽ ആനപ്രേമികളുടെയും ആന ഉടമകളുടെയും പകരം വയ്ക്കാനില്ലാത്തൊരു കമ്പമാണ് 10 അടി അഥവാ 10 അടി ഉയരമുള്ളൊരു ആന. 10 അടി ഉയരം അല്ലെങ്കിൽ അതിനും മേലെയുള്ളൊരു ആന. അങ്ങനെ ഒന്നിനെ കുറിച്ച് കേട്ടാൽ കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി അങ്ങനെ ഒരുത്തൻ ഉണ്ടെന്നറിഞ്ഞാൽ കേരളത്തിലെ ആന ഉടമകൾക്കും ആന കച്ചവടക്കാർക്കും പിന്നെ കിടന്നാൽ ഉറക്കം വരില്ല. കേരളത്തിലെ 1000-ഓളം എത്തുന്ന നാട്ടാനകളിൽ പൂത്തുക്കോവിൽ വിനായകന്റെ കയ്യൊപ്പും നീക്കിയിരിപ്പും എന്തെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് 10 അടിക്കാരൻ എന്ന 10 മാറ്റ് തിളക്കം. ഉത്തരേന്ത്യയിൽ നിന്നും മലയാള മണ്ണിലേക്ക് എത്തിയ ഏറ്റവും ഒടുവിലത്തെ 10 അടിക്കാരൻ എന്ന വിശേഷണവും വിനായകന് സ്വന്തം. പൂത്തൃക്കോവിൽ ഗണപതി, പൂത്തൃക്കോവിൽ പാർത്ഥസാരഥി, പൂത്തൃക്കോവിൽ ശൃംഗേരി കർണൻ തുടങ്ങി 5ഓളം ആനകൾക്കുടയോരായ തൃശൂർ ഒളരി പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ കണ്ടെത്തലാണ് പൂത്തൃക്കോവിൽ വിനായകൻ. കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ കൂടുതൽ ഉയരം, നിന്നിടത്തായാലും വന്നിടത്തായാലും കുറഞ്ഞ നാളുകൾക്കുള്ളിൽ കൂടുതൽ പ്രശസ്തി. വിനായകന്റെ ജാതക വഴികളെ അഥവാ ശിരോലിഖിതത്തെ നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഉത്തരേന്ത്യൻ ആനകളുടെ കേരളത്തിലേക്കുള്ള വഴിയും എംബസിയുമായ ബീഹാറിലെ സോൺപൂരിൽ നിന്നും പൂത്തൃക്കോവിലുകാർ പൊക്കിയ ആനക്കേമന്റെ ആദ്യ ഉടമ സുനിൽ ദുബെ ആയിരുന്നു. ചെറിയ പ്രായത്തിൽ അടുത്തുള്ള വനപ്രദേശത്തു നിന്നും ദുബെ കുടുംബത്തിന്റെ സ്വന്തക്കാരനായി മാറിയ ആനക്കുട്ടി 10-12 വയസ്സുവരെയൊക്കെ എന്നും ഒരു ഉവാവുകുട്ടി തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഒരു വിധത്തിലൊന്ന് വിരശല്യം മാറ്റിയെടുക്കുമ്പോഴേക്കും തൂറ്റലും വലിവും ഒന്നിച്ചു വന്നു കയറും എന്ന് പറഞ്ഞ മാതിരി അസുഖമൊഴിഞ്ഞ നേരമില്ലെന്ന് ചുരുക്കം. പാവത്താന്റെ ജീവൻ ഒന്ന് നിലനിർത്തി കിട്ടാൻ ദുബെ കുടുംബത്തിലെ തറവാട്ട് മുത്തശ്ശി നേരാത്ത നേർച്ചകളും നടത്താത്ത വഴിപാടുകളുമില്ല. പക്ഷേ ഏതാണ്ടൊരു 15 തികഞ്ഞതോടെ മട്ടുമാറി. മുട്ടിന് തിടം വെച്ച് ഇല്ലിമുള എടുത്തു ചാടും പോലെ ചെക്കനങ്ങ് വളർന്നു പൊന്തി. എന്തിനധികം പറയുന്നു, ആനക്കൊമ്പിന്റെ തൂക്കം നോക്കി അത്രയും പൊന്നളന്നുകൊണ്ട് തരാമെന്ന് പറഞ്ഞാലും പാവത്താൻ കുട്ടനെ കൈവിടില്ലെന്ന് വാശി പിടിച്ച ദുബെ കുടുംബം അവസാനം അവനെ കൈയൊഴിയാൻ കാരണമായതും അവന്റെ ഉയരം തന്നെ. സൗന്ദര്യം ശാപമായെന്ന് ചില പെണ്ണുങ്ങളെങ്കിലും പറയാറുള്ളതുപോലെ ആനയുടെ ഉയരം അവിടെ ഒരു പ്രശ്നമായി മാറി. ആകാശഗോപുരം പോലെ വളർന്നു പൊന്തിയ ആനയെയും കൊണ്ട് പുറത്തിറങ്ങിയാൽ ബീഹാറി ഗ്രാമത്തിലെ ഞാന്ന് കിടക്കുന്ന ഇലക്ട്രിക് ലൈനുകളിൽ മുട്ടും, ഷോക്കടിക്കും. ചുരുക്കത്തിൽ ആനയെയും കൊണ്ട് തീറ്റയെടുക്കാൻ പോലും പുറത്തു പോകാനാവാത്ത അവസ്ഥ. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആനയെ പൂത്തൃക്കോവിൽ ദേവസ്വത്തിന് നൽകാമെന്ന് തീരുമാനിക്കുന്നത്. എത്ര നാളായി ഇത് കേരളത്തിലെത്തിയിട്ട്? 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം കഴിഞ്ഞതിനുള്ളിൽ വന്ന കാലത്തിനുള്ളിൽ തന്നെ ഒരു വീരശൃംഖല കിട്ടണം അല്ലേ? കിട്ടുന്നു. ഈ വന്ന 1 വർഷം കൊണ്ട് നമ്മുടെ ഉത്സവങ്ങളുമായിട്ടൊക്കെ ഇതായി തുടങ്ങി. ഇപ്പോഴും ട്രെയിനിങ് ഉണ്ടോ? അല്ല പിടിച്ച് നിൽക്കാനുള്ള ട്രെയിനിങ് ഉണ്ടോ? ട്രെയിനിങ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. ഒരു ദിവസം എത്ര സമയം അതിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെ ദിവസം നിർത്താറില്ല, ഇടയ്ക്കൊക്കെ നിർത്താറില്ല. പറഞ്ഞാലും നിൽക്കും. നിൽക്കും. എവിടെയെന്ന് പറഞ്ഞാലും ഒക്കെ നിൽക്കുമോ? ഇപ്പൊ പറഞ്ഞാലും നിൽക്കുമോ? എവിടെയെന്ന് പറഞ്ഞാലൊക്കെ നിൽക്കുമോ? എന്താണ് ആനയുടെ എങ്ങനെയാണ് നിർത്തുന്നത്? ഊന്നാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇല്ല പറഞ്ഞ് ഇവിടെ ഊന്നായി, ഇഞ്ഞടെ ഊന്നായി, ഒപ്പടുത്ത് ഊന്നായി, ഇഞ്ഞടെ ഊന്നാനി. തൊടാണ്ടൊക്കെ തന്നെ നിൽക്കുമോ? പിന്നെ തലപ്പൊക്കെ മത്സരത്തിനൊക്കെ പോകാൻ പറ്റും? മത്സരത്തിന് പോവാം. നമ്മൾ തൊടാണ്ട് തന്നെ ഇപ്പൊ നിന്നോളൂ. അത് കുറെ നേരം നിന്നോളൂ. നമ്മള് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളൂ. ട്രെയിനിങ്
അനന്തരം പുരസ്കാര ജേതാവിനെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചു. താളമേളങ്ങൾ